നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ഭഗവാൻ സൃഷ്ടിക്കായി സങ്കല്പിച്ചതിന് ശേഷം തൻ്റെ ഏകത്വത്തിൽ നിന്ന് എങ്ങനെയാണ് വൈവിധ്യത്തിലേക്ക് നീങ്ങുന്നത് എന്ന് ഈ ശ്ലോകം വിവരിക്കുന്നു. ഇത് പ്രപഞ്ചത്തിൻ്റെ സ്ത്രീ പുരുഷ തത്വങ്ങളെ ഡുവൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ചുള്ള സൂചന നൽകുന്നു. ശക്തിയുടെ വിഭജനം. പരമാത്മാവ് സൃഷ്ടിക്കായി സ്വയം രണ്ട് രൂപങ്ങളായി മാറുന്ന പ്രക്രിയയാണിത്. സ വൈ ദക്ഷിണഭാഗാത്തു പുരുഷം രൂപമദ്ഭുതം വാമഭാഗാച്ച പ്രകൃതി നിർമ്മമേ സ്വേച്ഛയാ പ്രഭുഃ. സഹ ആ പരമാത്മാവ് വൈ നിശ്ചയമായും ദക്ഷിണഭാഗാത് വലതുഭാഗത്തു നിന്ന് തു ആകട്ടെ പുരുഷം പുരുഷരൂപത്തെ രൂപമദ്ഭുതം അദ്ഭുതകരമായ രൂപത്തെ വാമഭാഗാത് ഇടതുഭാഗത്തു നിന്ന് പ്രകൃതി പ്രകൃതിയെ നിർമ്മമേ നിർമ്മിച്ചു സൃഷ്ടിച്ചു സ്വേച്ഛയ സ്വന്തം ഇഷ്ടപ്രകാരം പ്രഭുഃ സർവശക്തനായ ഭഗവാൻ. സാരം ആ സർവശക്തനായ പ്രഭു തൻ്റെ വലതുഭാഗത്തു നിന്ന് അദ്ഭുതകരമായ പുരുഷരൂപത്തെയും കൃഷ്ണനെ ഇടതുഭാഗത്തു നിന്ന് പ്രകൃതിയെയും രാധയെ അഥവാ മൂലപ്രകൃതിയെ സ്വന്തം ഇച്ഛയാൽ നിർമ്മിച്ചു. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം തത്വചിന്താപരമായി വളരെ പ്രാധാന്യം അർഹിക്കുന്നു. ദ്വൈതഭാവം ഡുവാലിറ്റി. ഏകമായിരുന്ന പരബ്രഹ്മം സൃഷ്ടിക്കായി രണ്ടായി പിരിയുന്നു. ഇതിനെയാണ് സാംഖ്യദർശനത്തിൽ പുരുഷൻ എന്നും പ്രകൃതി എന്നും വിളിക്കുന്നത്. പുരുഷൻ ചൈതന്യവും കോൺഷ്യസ്നസ്, പ്രകൃതി ക്രിയാശക്തിയും എനർജിയുമാണ്. അർദ്ധനാരീശ്വര തത്വം. ഇവിടെ സൂചിപ്പിക്കുന്ന വലതുഭാഗം പുരുഷനായും ഇടതുഭാഗം പ്രകൃതിയായും മാറുന്നത് ഭാരതീയ ചിന്തയിലെ സ്ത്രീ പുരുഷ സമത്വത്തെയും പരസ്പര പൂരകത്വത്തെയും കാണിക്കുന്നു. ഒന്നുമില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. രാധാകൃഷ്ണ തത്വം. ബ്രഹ്മവൈവർത്ത പുരാണത്തിൻ്റെ പ്രത്യേകതയനുസരിച്ച് ഈ പുരുഷൻ ശ്രീകൃഷ്ണനും പ്രകൃതി രാധയുമാണ്. ഇവർ വേറിട്ട രണ്ട് വ്യക്തികളല്ല, മറിച്ച് ഒരേ സത്യത്തിൻ്റെ രണ്ട് ഭാവങ്ങൾ മാത്രമാണെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ഗുരുനാഥൻ്റെ ഉപദേശം. വത്സ, പ്രപഞ്ചത്തിലെ സകല ചലനങ്ങളും ഈ രണ്ട് ശക്തികളുടെ ഒത്തുചേരലാണ്. നമ്മുടെ ഉള്ളിലും ഈ രണ്ട് ഭാവങ്ങളുണ്ട്. സ്ഥിരതയുള്ള ബോധവും പുരുഷൻ, മാറിക്കൊണ്ടിരിക്കുന്ന ചിന്തകളും പ്രവൃത്തികളും പ്രകൃതി. ഇവ രണ്ടും ഭഗവാന്റെ തന്നെ അംശമാണെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം. അടുത്ത ശ്ലോകത്തിൽ ഈ പ്രകൃതിയിൽ നിന്ന് പ്രപഞ്ചത്തിൻ്റെ മറ്റു ഘടകങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് വിവരിക്കുന്നു. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.